അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. എ റെഗുലർ പോളിഗൺ വിത്ത് n greater than or equal to 5 with n vertices is said to be colorful if it is possible to color the vertices using at most 6 colors such that each vertex is colored with exactly one color and such that any 5 consecutive vertices have different colors. Find the largest number n for which a regular polygon with n vertices is not colorful. ഓക്കെ, അതായത് ഒരു റെഗുലർ പോളിഗൺ ഉണ്ട്. ലെറ്റ്സ് സേ റെഗുലർ പോളിഗൺ സർക്കിളിൽ വെർട്ടിസസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ n greater than or equal to 5 ആണ്. വി ഹാവ് 6 കളേഴ്സ് അവൈലബിൾ. അങ്ങനെ നമ്മൾ കളർ ചെയ്യണം, എന്നിട്ട് ഇതിനെ കളർഫുൾ ആക്കണം. എപ്പോൾ കളർഫുൾ ആവും ചോദിച്ചാൽ കോൺസിക്യൂട്ടീവ് 5 വെർട്ടിസസിന് എല്ലാത്തിനും ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ n equal to 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കളർ 1, കളർ 2, കളർ 3, കളർ 4, കളർ 5 ഇതിനെല്ലാത്തിനും ഈ 5 കളർ അങ്ങ് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ കളർഫുൾ ആക്കിക്കൂടെ? വി ഹാവ് 6 കളേഴ്സ് അവൈലബിൾ, ടേക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഫോർ ഓൾ ഓഫ് ദം, ഇറ്റ്സ് കളർഫുൾ. n equal to 6 ആണെങ്കിൽ നമുക്ക് ചെയ്യാം. n equal to 6 ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? C1, C2, കളർ 1, കളർ 2, അതായത് ഞാൻ ഇങ്ങനെ എഴുതുന്നുള്ളൂ, കളർ 1, കളർ 2, കളർ 4, കളർ 5, കളർ 6 എല്ലാത്തിനും ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുന്നു. n equal to 6 കളർഫുൾ ആണ്. n equal to 7 ആകുമ്പോൾ പ്രശ്നം എന്താ? n equal to 7 ആകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ C1, C2, C3, C4, C5, C6 നമ്മുടെ 6 കളറും ഇപ്പോൾ കഴിഞ്ഞു. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു കളർ റിപ്പീറ്റ് ചെയ്യണം. ഏത് കളർ റിപ്പീറ്റ് ചെയ്താലും ഈ 5 എണ്ണത്തിന് കോൺസിക്യൂട്ടീവ് 5 എണ്ണത്തിൽ കളർ റിപ്പീറ്റഡ് ആയിട്ട് വരും. ഇഫ് യു പിക്ക് C1 ഹിയർ, രണ്ടും ഒരുമിച്ച് വന്നു പോയി. അവിടെ C2 വന്നാൽ 5 എണ്ണത്തിന്റെ ഉള്ളിൽ, അതായത് കോൺസിക്യൂട്ടീവ് 5 എണ്ണം കളർഫുൾ ആവണം, ഡിഫറെന്റ് കളർ ആവണം. C2 അത് അവിടെ പോയി. ഇവിടെ C3 വന്നാൽ ഇതാ 4 എണ്ണത്തിന്റെ ഉള്ളിൽ അത് പോയി. ഇവിടെ C4 വന്നാൽ ഇത് ഇങ്ങനെ എടുത്താൽ C4 അവിടെ വന്നു. അപ്പൊ n equal to 7 എങ്ങനെ എടുത്താലും ഇറ്റ്സ് നോട്ട് കളർഫുൾ. ഇതേ പ്രശ്നം n equal to 8 വരും. ഇതേ പ്രശ്നം n equal to 9 വരും. n equal to 10 പക്ഷേ ഈ പ്രശ്നം ഉണ്ടാവില്ല. n equal to 10 എന്ത് സംഭവിക്കും? n equal to 10 ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ദിസ് C1, C2, C3, C4, C5 ഈ 5 കളേഴ്സ് ഇങ്ങനെ വെക്കാം. എന്നിട്ട് പിന്നെയും C1, C2, C3, C4 എന്ന് വെച്ചാൽ പോരെ. സോ എവിടെയും കോൺസിക്യൂട്ടീവ് 5 എണ്ണത്തിന് ഒരേ കളർ വരുന്നില്ല. n equal to 10 കുഴപ്പമില്ല, ഇറ്റ്സ് കളർഫുൾ. n equal to 10 ഇറ്റ് ഈസ് കളർഫുൾ. n equal to 11 n equal to 11 എന്ത് ചെയ്താൽ മതി? നമുക്ക് 6 കളർ അവൈലബിൾ ആണെന്ന് മറക്കരുത്. C1, C2, C3, C4, C5, C6 ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുക. 6 എണ്ണത്തിന്റെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് C1, C2, C3, C4, C5 5 എണ്ണത്തിന്റെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയാൽ പോരെ. 6ന്റെ ഒരു ബ്ലോക്കും 5ന്റെ ഒരു ബ്ലോക്കും ഉണ്ടാക്കിയാൽ ഇത് കളർഫുൾ ആണ്. n equal to 12 ആകുമ്പോഴോ? അപ്പൊ 6 എണ്ണത്തിന്റെ 2 ബ്ലോക്ക് ഉണ്ടാക്കിയാൽ പോരെ. 6 എണ്ണത്തിന്റെ 2 ബ്ലോക്ക് ഉണ്ടാക്കുക. C1 up to C6, C1 up to C6 6 എണ്ണത്തിന്റെ 2 ബ്ലോക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഇതാണ് ഇവിടുത്തെ ലോജിക്. അതായത് 5 എണ്ണത്തിന്റെ ഒരു ബ്ലോക്കും 6 എണ്ണത്തിന്റെ ബ്ലോക്കും, ഈ 5 കളേഴ്സ് വെച്ചിട്ട് ഒരു ബ്ലോക്കും 6 കളേഴ്സ് വെച്ചിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് കളർഫുൾ. ആ പോളിഗണ്ണെ നിങ്ങൾക്ക് കളർഫുൾ ആക്കാൻ പറ്റും ആ ബ്ലോക്ക് അനുസരിച്ച് പോവുകയാണെങ്കിൽ. കാരണം അപ്പോൾ ഒരിക്കലും 5 എണ്ണത്തിന് ഒരേ കളർ വരില്ല. അപ്പോൾ 5 എണ്ണത്തിന്റെ ബ്ലോക്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ n equal to 18 കളർഫുൾ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കളർഫുൾ ആക്കാം. n equal to 18 കളർഫുൾ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ 6 എണ്ണത്തിന്റെ 3 ബ്ലോക്ക് വെച്ചാൽ പോരെ. 6 എണ്ണത്തിന്റെ ഇതേപോലെ 3 ബ്ലോക്ക് വെച്ചാൽ മതി. n equal to 20 കളർഫുൾ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, 5 എണ്ണത്തിന്റെ 4 ബ്ലോക്ക് വെച്ചാൽ മതി. സോ നമ്മുടെ n is equal to ഇങ്ങനെയാണെങ്കിൽ, if n is equal to 5a plus 6b, n equal to 5a plus 6b ആണെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് കളർഫുൾ. ഇപ്പൊ n ഒരു നമ്പർ ആണ്. ആ നമ്പറിന് നിങ്ങൾക്ക് 5ന്റെ ഒരു മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ 5ന്റെ ഇങ്ങനത്തെ കുറെ ബ്ലോക്സ് പ്ലസ് 6ന്റെ കുറെ ബ്ലോക്സ് അങ്ങനെ ആക്കി ഇഫ് യു ക്യാൻ മേക്ക് ഇറ്റ് n, അങ്ങനെയാണെങ്കിൽ അത് കളർഫുൾ ആവും. സോ n 5a plus 6b എന്ന ഫോമിലാണെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് കളർഫുൾ. 5a plus 6b അങ്ങനത്തെ ബ്ലോക്ക് ആക്കിയിട്ട് യു ക്യാൻ മേക്ക് ഇറ്റ് കളർഫുൾ. ഇപ്പോൾ n equal to 20 ആണെങ്കിൽ 5 into 4 ചെയ്താൽ പോരെ. n equal to 21 ആണെങ്കിലോ? 21 ആണെങ്കിൽ 5 into 3 plus 6 into 1 ചെയ്താൽ മതി. n is equal to 22 ആണെങ്കിലോ? 22 ആവാൻ എന്ത് ചെയ്താൽ മതി?
22 ആവാൻ 10 + 12 ചെയ്താൽ മതി. 5 × 12 + 6 × 2 n = 23 ആവാനോ? 23 ആവാൻ എന്ത് ചെയ്താൽ മതി? ഒരു 5 കുറക്കുക, 5 ഒന്ന് മതി, എന്നിട്ട് പകരം ഒരു 6 ആഡ് ചെയ്താൽ പോരെ. ഇനി 24 ആവാനോ? ഈ 5 വീണ്ടും കുറക്കുക, 5 × 0 5 വേണ്ട, 6 × 4 മതി. n = 25 ആവാനോ? അപ്പൊ 5 × 5 മതി. അപ്പൊ നമുക്ക് അങ്ങനെ 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 ചെയ്ത് പോയാൽ ഇനി ഓരോ നമ്പറും കിട്ടൂലേ. അതായത് 5 കുറക്കുക, ഒരു 6 ആഡ് ചെയ്യുക, അപ്പൊ അടുത്ത നമ്പർ കിട്ടൂലേ. അപ്പൊ ഇനി അങ്ങോട്ട് ഏത് നമ്പറും നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഏത് നമ്പറും യു ക്യാൻ മേക്ക് ഇറ്റ് കളർഫുൾ. ഇതേപോലെ 5ഉം 6ഉം 5ന്റെ ബ്ലോക്കും 6ന്റെ ബ്ലോക്കും ഇങ്ങനെ ചെയ്താൽ 20ന്റെ മേലുള്ള ഏതൊരു നമ്പറിനെയും 5a + 6b എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അപ്പൊ 20ന്റെ മേലെയുള്ള ഏത് നമ്പർ ഓഫ് വെർട്ടിസസ് ഏതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിമെയിൻ കളർഫുൾ. അപ്പോൾ യു ഹാവ് ടു ലുക്ക് അണ്ടർ 20ന്റെ താഴെ. ഫോർ എക്സാമ്പിൾ n = 19. അതിനെ 5a + 6b ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 5a + 6b ഫോമിൽ 19നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. ദർ ഈസ് നോ വാല്യൂ ഫോർ a and b in natural numbers in which you can write 5a + 6b 19. ഇതൊരിക്കലും കളർഫുൾ ആവില്ല. 19 വെർട്ടിസസ് ആണെങ്കിൽ അത് കളർഫുൾ ആവില്ല. ഇറ്റ്സ് നോട്ട് കളർഫുൾ. എന്തായാലും 5 വെർട്ടിസസിൽ ദർ വിൽ ബി റിപ്പീറ്റേഷൻ ഓഫ് കളർ. അപ്പൊ 19ൽ ഇത് കളർഫുൾ ആവില്ല. സോ 19 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. 19 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ഫോർ വിച്ച് this is not colorful. 19 ആണ് ആൻസർ.